സുനിൽ റോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അടുത്ത ദിവസങ്ങളിൽ നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങളും അതേ തുടർന്നുണ്ടായ പ്രതികരണങ്ങളെയും പറ്റിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം BJP സന്തോഷത്തിലാണ്. കാരണം അവർക്ക് തുടർ ഭരണം കിട്ടി. കോൺഗ്രസും സന്തോഷത്തിലാണ്. കാരണം അവർക്ക് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനവും ലഭിച്ചു. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് ആദി പാർട്ടികളെല്ലാം സന്തോഷത്തിലാണ്. എല്ലാവർക്കും സന്തോഷിക്കാനുള്ള വക കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്പം വിഷമമുണ്ട്. കാരണം അവർ നിലം തൊടാതെ തോറ്റു തുന്നം പാടി. 2019 അതേ സ്ഥിതി തന്നെ ഈ വർഷവും വന്നു. കനൽ ഒരു തരി മാത്രം അവശേഷിച്ചു. ഇത്തവണ അത് ആലപ്പുഴയല്ല, ആലത്തൂറാണെന്ന് മാത്രം. പക്ഷെങ്കിൽ മാർക്സിസ്റ്റ് ബുദ്ധിജീവികൾ പറയുന്നത് ലോകസഭാ തിരഞ്ഞെടുപ്പ് തിരിച്ചടി ഒരു തിരിച്ചടിയേ അല്ല എന്ന് തന്നെയാണ്. പൊതുജന അഭിപ്രായത്തിൻ്റെ ഭാഗിക പ്രതികരണം മാത്രമാണ് ഇതെന്ന് അവർ പറയുന്നു എന്ന് പറഞ്ഞു അവരാശ്വസിക്കുന്നു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ പ്രാവശ്യം ചെയ്ത തെറ്റ് തിരുത്തി തങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് അവർ സ്വയം ആശ്വസിക്കുന്നു. മുഖ്യമന്ത്രിയാന്നേൽ രാജിവെക്കാനുള്ള ആവശ്യം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്നാൽ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പെരുമ്പാവൂർ കുന്നത്തുനാട്ടിൽ SNDP യോഗത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി. അത് കേരളമാകെ വലിയ ചർച്ചകൾക്കും പൊട്ടിത്തെറികൾക്കും ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞത് കേരളത്തിൽ LDF UDF മുന്നണികൾ വഴിവിട്ട് മുസ്ലിം പ്രീണനം നടത്തുകയാണ്. അതുകൊണ്ടാണ് CPMന് കനത്ത തോൽവി നേരിടേണ്ടി വന്നത് എന്നാണ്. വെള്ളാപ്പള്ളി നടേശൻ കേരള സർക്കാരിൻ്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ കൂടിയാണ് എന്ന് പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക. KPMS നേതാവ് ശ്രീ പുന്നല ശ്രീകുമാറാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി. ഈ പ്രസ്താവന കണ്ട് ഇതിലെ അംഗമായ മുജാഹിദ് നേതാവ് ഹുസൈൻ മടവൂർ വളരെയധികം പ്രകോപിതനായി എന്ന് മാത്രമല്ല, അദ്ദേഹം നവോത്ഥാന സമിതിയിൽ നിന്നും രാജിവെക്കുകയും ചെയ്തു. ശബരിമല വിഷയത്തിൽ വനിതാ മതിലിന് ശേഷമാണ് നവോത്ഥാന സമിതി കേരള സർക്കാർ രൂപീകരിക്കുന്നത്. ഹുസൈൻ മടവൂർ ഒക്കെ പിന്നാലെ വന്നു ചേർന്നവരാണ്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വന്നപാടെ ജമായത്ത് ഇസ്ലാമി പത്രസമ്മേളനം വിളിച്ചുകൂട്ടി വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പിന്നാലെ PDPയും പ്രതിഷേധം പുറപ്പെടുവിച്ചു. ഇടതുമുന്നണിയുടെ ഭാഗമായ ഇന്ത്യൻ നാഷണൽ ലീഗ് പ്രതിഷേധ സ്വരം ഉയർത്തിക്കഴിഞ്ഞു. ഇതൊക്കെ കണ്ടപ്പോൾ വെള്ളാപ്പള്ളി കൂടുതൽ പ്രകോപിതനായി എന്ന് വേണം പറയാൻ. അദ്ദേഹം SNDP യോഗത്തിൻ്റെ മുഖപത്രമായ യോഗനാഥത്തിൽ ഒരു മുഖപ്രസംഗം തന്നെ എഴുതി. ഇടതു വലതു മുന്നണികളുടെ മുസ്ലിം പ്രീണനത്തെപ്പറ്റി താൻ പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട എന്നും താൻ ആരുടെ മുന്നിലും തലകുനിക്കുന്ന പ്രശ്നമേ ഇല്ലെന്നും ഈ വിഷയത്തിൽ രക്തസാക്ഷിയാകാനും താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ തനിക്കെതിരെ വാളെടുക്കുന്നവരോടും ഉറഞ്ഞു തുള്ളുന്നവരോടും ഒരു ഭീഷണിക്ക് മുന്നിലും തലകുനിക്കില്ല എന്നാണ്. കേരള പിറവിക്ക് ശേഷം ഇരു മുന്നണികളും നടത്തുന്ന മുസ്ലിം പ്രീണനത്തിൻ്റെ ചില കണക്കുകളും അദ്ദേഹം നിരത്തുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമത്തിൽ തുടങ്ങിയ സർവകലാശാലയിൽ വൈസ് ചാൻസലറായി ഒരു ഈഴവനെ നിയമിക്കാതെ ഒരു മുഹമ്മദീനെയാണ് കേരള സർക്കാർ നിയമിച്ചതെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. താനൂരിലെ ബോട്ട് അപകടത്തിൽ മുങ്ങി മരിച്ച മുസ്ലിങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയും മരുമകനും കൊണ്ട് കൊടുത്തപ്പോൾ കുമരകത്തെ ബോട്ട് അപകടത്തിൽ മരിച്ചവർക്ക് ഒന്നും കൊടുത്തില്ലത്രേ. കേരളത്തിലെ 9 രാജ്യസഭാ സീറ്റുകളിൽ 5 മുസ്ലിങ്ങൾക്കാണ് ഇരു മുന്നണികളും നൽകിയതെന്നും 2 ക്രിസ്ത്യാനികൾക്കും നൽകി. കേരളത്തിലെ ഭൂരിപക്ഷ ജനതയായ ഹിന്ദുക്കൾക്ക് 2 സീറ്റ് മാത്രമേ ഈ കപട മതേതര മുന്നണികൾ കൊടുത്തുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ഇവർ മതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ മറിച്ച് ചിന്തിക്കാൻ ഇവർക്ക് ധൈര്യവുമില്ല. മലപ്പുറത്തും കോട്ടയത്തും ഇവർ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും സ്ഥാനാർത്ഥിയാക്കുന്നു. ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥികൾ ആക്കുകയാണ് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊപ്പം
തുടക്കം മുതൽ ഉറച്ചു നിന്ന ഈഴവരെയും മറ്റു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളെയും ഇവർ ന്യൂനപക്ഷ മുസ്ലിം പ്രീണനത്തിനു വേണ്ടി ബലി കൊടുക്കുന്നു. ഇരു മുന്നണികളുടെയും പ്രീണനവും മുസ്ലിം ലീഗിൻ്റെയും കുറേ മുസ്ലിം സംഘടനകളുടെയും അഹങ്കാരവും സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ക്രിസ്ത്യാനികൾ BJPയെ രക്ഷകരായി കാണാൻ തുടങ്ങിയതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുകയാണ്. മുസ്ലിങ്ങളെ CPM പുറകെ നടന്ന് പീഡിപ്പിച്ചു. പക്ഷേ കാന്തപുരം വിഭാഗവും ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങൾ UDFിനാണ് വോട്ട് ചെയ്തത്. ആലപ്പുഴയിൽ CPM സ്ഥാനാർത്ഥി AM ആരിഫിനെ തഴഞ്ഞ് ഈഴവർ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് വോട്ട് ചെയ്തതെന്നും വെള്ളാപ്പള്ളി പറയുന്നു. കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണിയും CPM നേതാവ് VS അച്യുതാനന്ദനും വരെ പറഞ്ഞത് താൻ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നു. തനിക്ക് പാർലമെൻറ്റ് വ്യാമോഹമൊന്നുമില്ലെന്നും കേരളത്തിലൊരു സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തിയാൽ കേരളത്തിലെ മുന്നോക്ക പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചാൽ ന്യൂനപക്ഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നവർ ഭൂരിപക്ഷ സമുദായത്തേക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന് കാണാം. പാറശാല മുതൽ കാസർഗോഡ് വരെ ഒരു യാത്ര ചെയ്താൽ ഏവർക്കും ഇത് ബോധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വെള്ളാപ്പള്ളിയുടെ ഈ വക ആരോപണങ്ങൾക്ക് എതിരെ കുറേ മുസ്ലിം സംഘടനകൾ ഉറഞ്ഞുതുള്ളി എന്നൊഴിച്ചാൽ മുസ്ലിം ലീഗ് പോലും പ്രതികരിച്ചിട്ടില്ല. കാരണം വെള്ളാപ്പള്ളിയെ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവർക്കും അറിയാം. വെള്ളാപ്പള്ളിയെ കടുത്ത വർഗീയവാദി എന്നാണ് മീഡിയ വൺ ചാനൽ വിശേഷിപ്പിച്ചത്. കൂടാതെ അദ്ദേഹത്തെ നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കണമെന്നോ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും വരെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു വെച്ചു. പക്ഷെങ്കിൽ കേരള മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മുന്നോക്കക്കാരെയോ പിന്നോക്കക്കാരെയോ പ്രതിനിധീകരിക്കുന്ന ഒരു ഹിന്ദു സംഘടനകളും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യോഗക്ഷേമ സഭ, NSS, കേരള ധീവരസഭ, KPMS തുടങ്ങിയ ഒരു ഹിന്ദു സംഘടനകളും ഇതിൽ കമ എന്ന് ഉരിയാടിയിട്ടില്ല. KPCC പ്രസിഡൻറ്റോ പ്രതിപക്ഷ നേതാവോ എന്തിന് നമ്മുടെ പാർട്ടി സെക്രട്ടറിയോ പോലും മിണ്ടിയിട്ടില്ല. എന്തായാലും വെള്ളാപ്പള്ളി രംഗം കുളമാക്കി കൊടുത്തിട്ടുണ്ട്. മാർക്സിസ്റ്റ് ബുദ്ധിജീവികളായ സച്ചിദാനന്ദനോ PL പോക്കറോ അശോകൻ ചരുവിലോ KN കുഞ്ഞാമതോ പേരെടുത്ത് എന്നിന് പറയുന്നു. CPM ബുദ്ധിജീവികൾ ആരും ഇതിൽ ഒരു പ്രതികരണവും ഇതുവരെ നടത്തിയതായി കണ്ടിട്ടില്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നു. വെള്ളാപ്പള്ളി എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. 2015 വെള്ളാപ്പള്ളി ഒരു കേരള യാത്ര നടത്തിയിരുന്നു. നമ്പൂതിരിമാർ മുതൽ നായാടി വരെയുള്ളവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ യാത്ര. പക്ഷെങ്കിൽ അത് കഴിഞ്ഞ് നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയാണ് അധികാരത്തിൽ വന്നത്. വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ നീക്കം എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളി പറയുന്നത് പച്ചയായ സത്യം തന്നെയാണ്. അതാണ് മറ്റു സാമുദായിക സംഘടനകളോ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളോ പ്രതിപക്ഷ നേതാവോ ഒന്നും മിണ്ടാതെ മൗനം പാലിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം.